അല്ല, എന്തൊക്കെയുണ്ട് വിശേഷം? കുറച്ച് ദിവസമായി. ഇപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ മാത്രമേ തലപൊക്കി വരാൻ പറ്റുന്നുള്ളൂ കേട്ടാ. വേറൊന്നും കൊണ്ടല്ല, തിരക്കാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ ഓടി ഓടി ഓടിയാന്ന് തോന്നുന്നു എൻ്റെ വണ്ണം കുറഞ്ഞത്. ചുമ്മാ പറഞ്ഞാൽ കേട്ടാ. പ്രോപ്പർ ഡയറ്റും എക്സസൈസും കാര്യങ്ങളും ഒക്കെ കൊണ്ടിട്ട് ഞാൻ വെയിറ്റ് പറഞ്ഞു. അപ്പൊ ഇന്ന് രാവിലെ കിട്ടിയ 2 മുട്ടയും അപ്പവും തട്ടിക്കൊണ്ടുള്ള ഓട്ടാണ്. അപ്പൊ ഇന്നിനി എന്തൊക്കെ കഴിക്കുക, അല്ലെ എങ്ങനെയൊക്കെയാണ് കഴിക്കാൻ പറ്റുക, കിട്ടുക, വിശപ്പടക്കാൻ പറ്റുക, ഒന്നും അറിയില്ല. എന്തായാലും യാത്ര തിരിച്ചിട്ടുണ്ട്. അപ്പം ക്രിസ്മസ് ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ലോഡും വണ്ടിയൊക്കെ വരാനുള്ള ലേറ്റ് ആയതുകൊണ്ട് സാധന പർച്ചേസിങ്ങിനായിട്ട് പോവുകയാണ്. അപ്പം നിന്ന വയസ്സിലാണ് കേട്ടോ ഓട്ടം. പോണ വഴി നമ്മുടെ ഫേവറേറ്റ് ആയ കരിമ്പ് ജ്യൂസ്. അപ്പം കരിമ്പ് ജ്യൂസ് കുടിക്കുന്നതിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട്, ഡയറ്റിൻ്റെ സമയത്ത് കരിമ്പ് ജ്യൂസ് കുടിച്ചാൽ എങ്ങനെയാണെന്ന്. നല്ലതാണ്, ആർക്കും കുടിക്കാം, ഷുഗർ ഉള്ളവർക്കും ഒക്കെ കുടിക്കാം കേട്ടോ. അങ്ങനെ നല്ല ബ്ലോക്കാണ്. ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ബ്ലോക്ക് ഉണ്ട്. കാര്യം ക്രിസ്മസ്, ന്യൂ ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും റോഡിലെ കാര്യം പറയണ്ടല്ലോ അല്ലേ. കുറേ ഓടി 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 എങ്ങനെയുമാണ്. അപ്പം വണ്ടി ഓടിക്കുന്ന ആളെന്നെ പുറപുറത്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം രാവിലെ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഉച്ചയോട് അടുത്തിരുന്നു. അപ്പം ഇന്നത്തെ ലഞ്ച് നമ്മുടെ കരിമ്പ് ജ്യൂസിൽ ഒതുക്കി എന്ന് തന്നെ പറയാം. അപ്പം ഇനി എന്താണ് അവസ്ഥയെന്ന് നമുക്ക് കണ്ടറിയാം. അങ്ങനെ മാർക്കറ്റിൽ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ സാധനം വരാൻ കുറച്ചുകൂടെ ലേറ്റ് ആകും എന്ന് പറഞ്ഞ് അങ്ങനെ മാർക്കറ്റിൽ തിരിഞ്ഞ് നടക്കാനുള്ള ഉദ്ദേശമാണ്. അല്ലാതെ ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞാൽ കൊണ്ടുപോകത്തില്ല. ഇങ്ങനെയുള്ള ഒരു അവസരമൊക്കെ കിട്ടുമ്പോഴത്തേക്കുമാണ്. അപ്പം ക്രിസ്മസും കൂടെ ആയപ്പോഴത്തേക്കും നല്ല തിരക്കാണ്. നമ്മുടെ ഇവിടുത്തെ മാർക്കറ്റൊക്കെ എന്തിനുള്ള ബ്രോഡ്വേ മാർക്കറ്റിൽ ഇറങ്ങി തെണ്ടി തിരിയണം, അതാണ് ഒരു രസം. അങ്ങനെ ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. കണ്ടതും കടിച്ചതും ഒക്കെ തപ്പി തിരിഞ്ഞ് പിന്നെ നമ്മുടെ സാധനം വാങ്ങിക്കുന്ന കടയിൽ ചെന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. എന്ന് വെച്ചാൽ ഡേറ്റ്സ്, അതാണ് മുഖ്യം. ഞാൻ ആകെപ്പാടെ എവിടെ പോയാലും തപ്പിയെടുക്കുന്ന ഒരു സാധനമാണ്. എനിക്ക് വെറൈറ്റീസ് ആയിട്ടുള്ള ഡേറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറച്ച് കാരക്കായും ഡേറ്റ്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ വാങ്ങിച്ച് അപ്പോൾ വണ്ടി ഇരുന്ന് റോഡിൽ നിന്ന് തിന്നാൻ തുടങ്ങും കേട്ടോ. എനിക്ക് നോമ്പിന് വാങ്ങിക്കുന്ന കാരക്കായില്ലേ, അത് മൈ ഫേവറേറ്റ് ആണ്. അതിൽ ആ വെള്ള കാരക്ക, അത് ഇഷ്ടമുള്ളൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ അതും വാങ്ങിച്ച് അപ്പോഴത്തേക്ക് നമ്മുടെ സാധനങ്ങളെല്ലാം പാഴ്സൽ കയറ്റിയിട്ടുണ്ട്. അപ്പം പിന്നെ അയക്കായിട്ട് സംസാരിച്ച് വഴി നീളെ, പിന്നെ നമ്മളവിടെ ആർക്കും അറിയാത്തത് കൊണ്ട് കുഴപ്പമില്ല, വഴി നീളെ കഴിച്ച് നടക്കാൻ എന്താ രസം. പണ്ട് സ്കൂളിൽ പോയപ്പോൾ ഉള്ള ഫീലാണ്. അങ്ങനെ നമ്മുടെ വണ്ടിയിലേക്ക് സാധനം കയറ്റി. അപ്പം നേരം സന്ധ്യയായി. ഉച്ചക്കത്തെ ലഞ്ചും ഇല്ല, വൈകിട്ടത്തെ സ്നാക്സും ഇല്ല, ഒന്നുമില്ല. അപ്പം നമ്മൾ ഇവിടെ പോകുമ്പോഴത്തേക്കും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രൈഡ് റൈസ് കിട്ടും കേട്ടോ. സ്ട്രീറ്റ് ഫുഡ് ഭയങ്കര നല്ല, എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ടേസ്റ്റും കാര്യങ്ങളുമൊക്കെ. എന്നാൽ ഇന്ന് ലഞ്ചൊന്നും കഴിക്കാത്തതുകൊണ്ട് എന്നാൽ അത് തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ നമ്മുടെ ബൈഡയിൽ നിന്ന് അതും വാങ്ങിച്ച് മോമോസും വാങ്ങിച്ചു ഇവർ. അപ്പം മോമോസും ഒരു ചിക്കൻ റോളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ കഴിച്ചില്ല. ഒരു മോമോ അതിൽ നിന്ന് ഞാൻ എടുത്ത് കഴിച്ചു. കാര്യം ചിക്കൻ മോമോ അല്ലേ എന്ന് വെച്ചിട്ട്. അത് മാത്രമല്ല സ്റ്റീംഡ് മോമോസാണ് വാങ്ങിച്ചത്. അപ്പം നമ്മൾ പുറത്തേക്കിട്ട് ഇറങ്ങിയാലൊക്കെ കിട്ടുന്ന ഫുഡുകൾ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം ഇങ്ങനെ കൂടിയാണ് എൻ്റെ വണ്ണം കുറഞ്ഞതെന്നൊക്കെ ചിലർ പറയാറുണ്ട് കളിയാക്കി. എന്ന് വെച്ചാൽ നിൽക്കാൻ നേരമില്ലാത്ത ഓട്ടാണ്. പിന്നെ ഞാനത് ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ ഓടുന്നത്. അങ്ങനെ ഇന്ന് ഫ്രൈഡ് റൈസ് അല്ല, ഇന്ന് നൂഡിൽസാണ് വാങ്ങിച്ചത്. കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല. അങ്ങനെ ആ ഒരു സന്ധ്യക്ക് അതും ആ ഒരു കരിക്കിൻ്റെ ഇത് കൂടെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വയറ് ഫുൾ ഫില്ലായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും സാധനമൊക്കെ എടുത്തിട്ട് വീണ്ടും പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഡയറ്റിന് കൂടി എൻ്റെ കെട്ടിയോന് അങ്ങനെ അത് മാത്രം പോരാ, ഇനിയും എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് ബഹളം കൂട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും വരുന്ന വഴി ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്നെ കാണുമ്പോഴേ അവിടത്തേക്ക് ആദ്യം കൊണ്ടുവന്ന് കുറേ സാലഡ് അങ്ങ് വെച്ച് തരും. ഇന്നാ കുട്ടി നീ കഴിച്ചു എന്നും പറഞ്ഞിട്ട്. അപ്പം എനിക്ക് അത് കാരണം മയോണൈസ് ഞാൻ നേരത്തെ പറയാം, എനിക്ക് മയോണൈസ് കൊണ്ടുവെക്കണ്ട കേട്ടോ. വെറുതെ അത് കൊണ്ടുവച്ചിട്ട് നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളൊരു ഇതിൽ നിങ്ങൾ കൊണ്ട് കളയേണ്ടി വരും. അത് കാരണം കൊണ്ടുവെക്കണ്ടായേ. എനിക്ക് സാലഡ് മാത്രം മതിയെന്ന് ഞാനൊരു വട്ടം പറഞ്ഞു. പിന്നെ എനിക്കെപ്പോഴും അങ്ങനെ. അപ്പം ഞാൻ ഇതെടുത്ത് വായിൽ വെച്ച് എൻ്റെ ഇപ്പുറം ഇരിക്കുന്ന ഒരാളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഞാനിവിടെ ഒരു പീസ് ചിക്കൻ മാത്രം കഴിക്കുമ്പോഴത്തേക്കും അവിടെ ഫ്രൈഡ് റൈസ് തട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെയാ ഇതിനെ ഡയറ്റിൽ കൂട്ടുക എന്നുകൂടി ഒന്ന് പറയണേ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ ഡയറ്റിൽ കൂട്ടാതെ വിട്ടിരിക്കുന്നത്. കാര്യം ഒന്ന് പിടിച്ച് കെട്ടാൻ നോക്കി, പക്ഷെ നടന്നില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു മെയിൻ കാരണമാണ്. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത് ഈ ഒരു ചിക്കനും കുറച്ച് സാലഡും ആയിരുന്നു. അപ്പം നേരത്തെ കഴിച്ചാൽ ഇത് ദഹിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നെ കയറിയതിൻ്റെ പുറത്ത് ചിക്കൻ ആയതുകൊണ്ടും ഞാൻ കഴിച്ചു എന്ന് മാത്രം. പിന്നെ മോനിക്കുള്ള പാഴ്സലൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ എങ്കിൽ പോകുന്നു. അപ്പോൾ ഇന്നത്തെ
കുഞ്ഞാപ്പി വ്ളോഗായിരുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഡേ വ്ളോഗുമായിട്ട് ഇൻഷാല്ലാ ഇനി മുതൽ കാണാം. എൻ്റെ മോനാപ്പിയുടെ ബർത്ത്ഡേ ആണ്, അതുപോലെ തന്നെ നമ്മുടെ ന്യൂ ഇയർ ആണ്. അപ്പോൾ എല്ലാം അടിച്ച് പൊളിച്ച് നമുക്ക് ആഘോഷിക്കണം. ഡയറ്റ് ഒന്നുകൂടി കൺട്രോൾ ചെയ്ത് പോകണം. അപ്പോൾ മാഷാ അല്ലാ, ടാറ്റാ ബൈ, സീ യു.